ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ഡെയിലി മയിലിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മയിലിൻ്റെ സീസൺ വല്ലതാണോന്നൊന്നും അറിയില്ല. ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ മയിൽ എന്തിനാണോ രാവിലെ വരുന്നത്? ഇവിടെ രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഒരാൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് ആണല്ലോ. ഞാനങ്ങനെ പോയിട്ട് വേഗം അമൃതം പൊടിനെ കുറച്ച് കുറുക്കി എടുത്തിട്ട് വന്നു കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ചായ രാവിലെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചായ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറുക്കി കഴിക്കും. അപ്പം അങ്ങനെ രണ്ടുപേരും അമൃതം പൊടിയെ കുറച്ച് കുറുക്കി കഴിച്ചു കേട്ടോ. മോൾക്ക് കിട്ടുന്നതാണ് അംഗനവാടിയിൽ നിന്ന്. ആളങ്ങനെ അത്ര കഴിക്കില്ല, നല്ല നിർബന്ധിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിപ്പിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും രാവിലെ അത് കഴിച്ചു. പിന്നെ അവിടെ ഒരാൾ ന്യൂസ് കണ്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് റിസൾട്ട് വരുന്നവരെ ഏതാ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പൊതുവെ ന്യൂസ് കാണാൻ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശരി, രാവിലെ എന്താ ഉണ്ടാക്കണ്ടേ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അടുക്കളയിലേക്ക് കയറാൻ പോകണുള്ളൂ കേട്ടോ. എനിക്ക് രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ മോളെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ കട്ടിലിന് ചുറ്റും വലം വെക്കലായിരുന്നു. ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കളിക്കും. പിന്നെ ഞാൻ എപ്പോഴും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇഡ്ഡലിയും ദോശയൊന്നും വേണ്ട, ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് കുറച്ച് കടുക് ഇട്ടു. പിന്നെ ഒരു കുഞ്ഞ് സവാളയും ഒരു പച്ചമുളക് കൊടുത്ത് അരിഞ്ഞു കേട്ടോ. എരിവ് ഞങ്ങൾ ഒരുപാട് കഴിക്കാത്ത കൂട്ടത്തിലാണ്. അങ്ങനെ അതിട്ട് അതിലോട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലീനെ നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ ഉടച്ച് പൊട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതും അതിലിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തു. സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത്ര സൂപ്പറായിട്ടുണ്ട്. നേരത്തെ തവണ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാക്കി വീഡിയോ ഇട്ടതിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.